ഹായ് ഓൾ. RRB ജൂനിയർ എഞ്ചിനീയർ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ദാതാവായ റെയിൽവേയിൽ തന്നെയാണ് ഈ നിയമനം കിട്ടുന്നത്. അപ്പം ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസും ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നൊക്കെയുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ടും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ എല്ലാ സ്ട്രീമിലുള്ളവർക്കും ഈ ഒരു എക്സാമിനേഷനിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിന്റെ ഓരോ സെക്ഷനിലും, അതായത് ഓരോ സെക്ടറിലും വ്യത്യസ്തങ്ങളായുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് വിളിക്കുന്നത് ഓരോ RRBകൾക്കാണ്. അതായത് ഓരോരോ RRBകൾക്ക് നിശ്ചിത നമ്പർ ഓഫ് വേക്കൻസികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്നാൽ ചില RRBകൾക്ക് ഒന്നിലധികം സോണുകൾ അവർ ക്യാരി ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ സോണുകളിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ചില RRBകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സോണിലേക്കായിരിക്കും അവർ രണ്ട് RRBകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് സദേൺ റെയിൽവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം RRBയും ചെന്നൈ RRBയും റിക്രൂട്ട് ചെയ്യുന്നത് നമ്മുടെ സദേൺ റെയിൽവേയിലേക്ക് തന്നെയായിരിക്കും. അതായത് RRBകൾക്കായിരിക്കും ഈ ഒരു വേക്കൻസി വരുന്നത്. അപ്പം നമ്മളുടെ പ്രിഫറൻസ് നോക്കിയിട്ട് ഏത് RRB വേണം എന്നൊക്കെ തീരുമാനിച്ച് വേണം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുവാനുള്ളത്. ഇനിയും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു പ്രായപരിധിയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധിയാണ്. നിലവിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് ഡിപ്ലോമ പാസ് ഔട്ട് ആയി 18 വയസ്സ് മുതൽ 33 വയസ്സ് തികയുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം, എഴുതാനും പറ്റും. ഇനിയും ഈ ഒരു പോസ്റ്റിൽ ഇളവ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OBC വിഭാഗങ്ങൾക്ക് 3 വർഷം കൂടി ഇളവ് ലഭിച്ചിട്ട് 36 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. 36 എന്ന് പറയുമ്പോൾ 36 ആയ ഒരാൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. 36 വയസ്സ് തികയാത്ത ആൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ 33 എന്ന് പറയുന്നത് 33 തികയാത്ത ആൾക്കേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. 33 കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയും അതുപോലെ തന്നെ SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ 5 വർഷത്തിന്റെ ഇളവ് കിട്ടും. 38 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും അതിൽ തന്നെ PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയൊക്കെ ഇളവ് ലഭിക്കുന്നതാണ്. പിന്നെ എക്സ് സർവീസ്മാൻ അങ്ങനെ തുടങ്ങിയവർക്കൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള ആ ഒരു കോട്ട പീരീഡിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതാണ്. അടിസ്ഥാന യോഗ്യത ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സ്ട്രീമുകളിൽ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ മേഖലയിലുള്ള നിങ്ങളുടെ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. പക്ഷേ ഈ ഡിപ്ലോമ കൊണ്ട് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഈ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമയാണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ കൊണ്ട് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ചില സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ അതിന്റെ ഹയർ യോഗ്യതയ്ക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊരു ബാർ വെക്കാറുണ്ട്, DRDO, ISRO പോലുള്ളത്. എന്നാൽ ഈ റെയിൽവേയിൽ ആ ഒരു പ്രശ്നമില്ല. ഇവിടെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് BTech, MTech യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല, മറിച്ച് ഡിപ്ലോമയ്ക്ക് മുകളിൽ BTech, MTech യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അതാത് സ്ട്രീമിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇതിനകത്ത് എന്തൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളതും അതുപോലെ DMS എന്നും പറയുന്ന 2 കാറ്റഗറി ഓഫ് പോസ്റ്റ് ആണ് വരുന്നത്. ഇനിയും ഇതിനകത്ത് മറ്റൊരു പോസ്റ്റ് കൂടി വരും, CMA എന്ന് പറയുന്നത്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. നമ്മളിപ്പോൾ ഡിപ്ലോമക്കാരെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ, CMAയിൽ അപേക്ഷിക്കണമെങ്കിൽ ഡിപ്ലോമക്കാർക്ക് പറ്റില്ല, മറിച്ച് ഡിഗ്രിക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് കെമിസ്ട്രി ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ഹോൾഡർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ സ്ട്രീമിൽ വരുന്ന എല്ലാ BSc-കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അതായത് ഇതിന്റെ യോഗ്യത BSc ആണ്. അടുത്തത് ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഡിഫൻസിന്റെ ഒരു എൻറോൾമെന്റ് പോലെ, അതായത് ഡിഫൻസ് എക്സാമിനേഷൻ ഒക്കെ ഉള്ള ഒരു എൻറോൾമെന്റ് പോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ഒട്ടും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് റെയിൽവേ. റെയിൽവേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡും വളരെ സ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന ബാൻഡിന് സമാനമായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് റെയിൽവേ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കണം. അത് അവർ അസസ് ചെയ്യുന്നത് ശരിക്കും അവരുടെ തന്നെ മെഡിക്കൽ സ്റ്റാഫ് വഴിയാണ്. അതായത് റെയിൽവേക്ക് അറിയാം, നിരവധി മെഡിക്കൽ കോളേജുകളും അവരുടെ മെഡിക്കൽ സംവിധാനങ്ങളും ഉണ്ട്. അതുവഴി തന്നെയായിരിക്കും അവർ അസസ് ചെയ്യുന്നത്. അതിന്റെ വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത്. അതായത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായി നിങ്ങളെ മെഡിക്കലിലും വിളിച്ച ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് തരുന്നത്, നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. മറ്റേ PSC-ക്കൊക്കെ ഉള്ളതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ സെലക്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ വരും, നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ എക്സാമിനേഷൻ ഘട്ടങ്ങൾ എന്നൊന്ന് നമുക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. ശേഷം
നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും. CBT ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. CBT ബേസ്ഡ് എക്സാമിനേഷന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെഡിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ തരുന്ന ഒരു രീതിയിലാണ് റെയിൽവേ പോകുന്നത്. നിങ്ങൾ സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോരോ ഘട്ടങ്ങളും നിങ്ങൾ ക്വാളിഫൈഡ് ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിയമനം കിട്ടും. അതായത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ അവർ എന്ത് ചെയ്യും, നിയമിക്കും. പലപ്പോഴും അവർ പറഞ്ഞിരിക്കുന്ന നമ്പറിനേക്കാളും കൂടുതൽ കാൻഡിഡേറ്റിനെ അവർ നിയമിക്കാറാണ് സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാം എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോന്നിന്റെയും കട്ട് ഓഫ് കടന്ന് പോയാൽ നമുക്ക് ജോലി ഉണ്ട് എന്നാണ്. സാധാരണ ഇതിൽ PSC ഒക്കെ എഴുതുമ്പോൾ നമുക്കറിയാം പ്രിലിമിനറിയുടെ കട്ട് ഓഫ് കഴിയുന്നു, മെയിൻസിന്റെ കട്ട് ഓഫ് കഴിയുന്നു, റാങ്ക് ലിസ്റ്റിൽ വരുന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ കുറെ കാലം കിടക്കുന്നു. ചിലപ്പോൾ നിയമനം കിട്ടാം, ചിലപ്പോൾ നിയമനം കിട്ടാതിരിക്കാം. എന്നാൽ അങ്ങനെയല്ല റെയിൽവേയിൽ ഓരോരോ ഘട്ടങ്ങളിലും നമ്മൾ എലിമിനേഷൻ കടന്ന് ഓരോരുത്തർക്കും പാസ്സായി പോയി കഴിഞ്ഞാൽ അവസാനത്തെ ഘട്ടവും കഴിഞ്ഞാൽ ഉറപ്പിച്ചുകൊള്ളുക, നമുക്ക് എന്ത് പറ്റും, റെയിൽവേയിൽ നിന്ന് നിയമന ഉത്തരവ് വരും, നമുക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാം എന്നൊരു അഷ്വറൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRBJയുടെ ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞു. നന്നായിട്ട് തയ്യാറെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം ഈ എക്സാമിനേഷൻ ഉണ്ട്. ഇതേ വർഷം അടുത്ത വർഷവും ഇതിന്റെ എക്സാമിനേഷൻ വിളിക്കും. അതായത് നമ്മൾ ഈ വർഷം ഇടുന്ന എഫേർട്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഈ വർഷം തന്നെ യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് മിസ് ഔട്ട് ആയാലും അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പണ്ട് 4-5 വർഷം കൂടുമ്പോഴേക്കായിരുന്നു റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പാറ്റേൺ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എവറി ഇയർ റെഗുലർ ആയിട്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകുന്ന ഫില്ല് ചെയ്യുക. ഇനിയും കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.